ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ടീ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം കുക്കിംഗ് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ് ചായ. പക്ഷെ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണല്ലേ ഗസ്റ്റൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും സമയം വൈകിക്കേണ്ട, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചായ വെക്കുന്ന പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ ഏലക്കയുമാണ്. അപ്പോൾ നന്നായിട്ട് ഇടിച്ചെടുത്തതാണ്. അത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങണം. എന്നാലാണ് നല്ല മണവും രുചിയും ഒക്കെ ചായക്ക് വരുള്ളൂ. തലവേദനയുള്ള സമയത്തൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഉന്മേഷമായിരിക്കും കേട്ടോ കിട്ടുക. ഗസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു നോർമൽ ടീ കൊടുക്കുന്നതിൽ നല്ലതാണല്ലോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കടുപ്പുള്ളൊരു ടീ ആണ് ഈ മസാല ടീ. അപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം തേയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ AVTയുടെ ടീ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വെള്ളം മെഷർ ചെയ്ത അതേ കപ്പിന് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ 1 കപ്പ് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നാലും നമുക്ക് തിക്കായിട്ടുള്ള ഒരു ചായ കിട്ടുള്ളൂ. 3.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുപ്പമുള്ളത് കൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ തിളച്ച് വരാറാകുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ മാത്രമാണ് നല്ല പോലെ അതിൻ്റെ കടുപ്പമൊക്കെ ചായയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പാലും വെള്ളവും കൂടി ഒരുമിച്ച് വെക്കരുത് കേട്ടോ. വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തിറങ്ങിയതിന് ശേഷം മാത്രം പാലൊഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പാത്രം വെച്ച് അതങ്ങ് മൂടി കൊടുക്കണം, അതിൻ്റെ ആവി പോകുന്നതിന് മുന്നേ തന്നെ. ഇനി 1 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 1 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള നല്ല കടുപ്പമുള്ള നല്ല സ്മെല്ലുള്ള അടിപൊളി മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പയും പാത്രമൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ചണ്ടി അല്ലെങ്കിൽ ആ വേസ്റ്റ് ആയിട്ടുള്ള തേയില കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ചെടിച്ചട്ടിയിലിടാം. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ചെടിയുടെയൊക്കെ ചുവട്ടിലിടുന്നത് നല്ലതാണ്. റോസയ്ക്കൊക്കെ നല്ലൊരു വളമാണ് കേട്ടോ ഈ തേയില. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അങ്ങ് ഇട്ടേക്കുക. എടുത്ത് വയ്ക്കുമ്പോഴല്ലേ അത് വേസ്റ്റായിട്ട് ഇരുന്ന് പിന്നെ അത് അഴുക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഈ ചായ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ പതഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. നല്ല കൊഴുപ്പൊക്കെ ഉള്ള ചായ ആയതുകൊണ്ട് നന്നായിട്ടത് പതഞ്ഞു വരും. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ചായയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സെർവ് ചെയ്യുമ്പോൾ ഇത്രയൊന്നും നിറച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചതാണ്. നന്നായിട്ട് പതച്ച് തന്നെ കൊടുക്കുക. അപ്പോഴാണ് അതൊരു കാണുമ്പോൾ ഉള്ള ഭംഗി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ Instagram ID ഇട്ടിട്ടുണ്ട്. അതിലൊരു ഫോട്ടോ കൂടി സെൻഡ് ചെയ്യാം കേട്ടോ, എനിക്കും കൂടി കാണണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. വീണ്ടും നാളെ കാണാം ഒരു വീഡിയോയുമായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്തല്ലോ അല്ലേ. ടേക്ക് കെയർ. ബൈ.